കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ജീവിതമാണ് പാലക്കാടിനുള്ളത്. പരമ്പരാഗതമായ പല തൊഴിലും ചെയ്ത് ജീവിക്കുന്ന ജനതയെ പാലക്കാട് ഇന്നും കാണാൻ സാധിക്കും. കൊല്ലങ്കോടിനടുത്ത് അതിരാവിലെ ക്ഷേത്രകുളത്തിൽ കുളിക്കുന്ന കുറച്ച് ആളുകളാണ് ഇവർ. ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കേരളത്തിലെ ഇന്ന് അന്യമാണ്. പാലക്കാടിന്റെ ഉൾനാടൻ വഴിയോരങ്ങൾക്ക് തമിഴ്നാടിനോടാണ് സാമ്യം. പൈനാപ്പിളുമായി പോകുന്ന പിക്കപ്പ് വാൻ. ഈ കാണുന്നത് പാലക്കാടുള്ള ഒരു കള്ളുഷാപ്പാണ്. ഇവിടുത്തെ കള്ളുഷാപ്പുകളൊക്കെ ഇങ്ങനെയാണ്. പാടവരമ്പുകൾക്ക് നടുവിലുള്ള ചെറിയൊരു കെട്ടിടത്തിലായിരിക്കും ഷാപ്പുകൾ പ്രവർത്തിക്കുന്നത്. ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കെട്ടുമാടുകളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. നെന്മാറയ്ക്കും കൊല്ലങ്കോടിനും ഇടയിലുള്ള തണൽ വിരിച്ചൊരു റോഡിലാണ് പിന്നീട് ഞാൻ എത്തിച്ചേർന്നത്. നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള റോഡാണെന്ന് തോന്നുന്നു. ഈ റോഡിന്റെ കാഴ്ചകൾ മനോഹരമാണ്. പക്ഷേ കാഴ്ച കാണാനായി വാഹനം നിർത്താൻ അനുവാദമില്ല. ഒരു എണ്ണച്ചായ ചിത്രത്തിൽ എന്ന പോലെ അടുത്തുള്ള ഒരു കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് പാടവരമ്പത്തുകൂടി പോകുന്ന ചേച്ചി, വഴിയരികിൽ കുശലം പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാർ, എങ്ങും മനസ്സിന് ആനന്ദവും സന്തോഷവും പകരുന്ന കാഴ്ചകൾ മാത്രം. കൊല്ലങ്കോട് ടൗണിലെത്തി വിചിത്രമായ ഒരു സ്കൂൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പഴയൊരു റെയിൽവേ സ്റ്റേഷന്റെ മാതൃകയിൽ പെയിന്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. മതിലിലൊരു ട്രെയിനിന്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിൻ. പെരുമാൾ കോവിൽ ദേവസ്വം യു പി സ്കൂൾ എന്നാണ് ഈ ഒരു സ്കൂളിന്റെ പേര്. വീതി കുറഞ്ഞ റോഡുകളുള്ള ഒരു ഇടുങ്ങിയ ടൗൺ ആണ് കൊല്ലങ്കോട്. ഈ കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ തങ്കം തങ്കരാജ് എന്ന തിയേറ്ററാണ്. 2 തിയേറ്ററുകൾ ചേരുന്ന ഒരു കോംപ്ലക്സ് ആണിത്. ഇതുപോലെയുള്ള പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തിയേറ്ററുകൾ ഇന്ന് കേരളത്തിൽ വിരളമാണ്. ഏറ്റവും പുതിയ സിനിമകൾ തന്നെയാണ് ഇവിടെയും ഓടുന്നത്. ഒരു കാലത്ത് പാലക്കാട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നത്രേ. യാത്രക്കിടയിൽ ചൂരൽ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു കട ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഈ കട നടത്തുന്നത്. അവർ തന്നെയാണ് ഫർണിച്ചറുകളും നിർമ്മിക്കുന്നത്. വില ചോദിച്ചപ്പോൾ ചൂരലിന്റെ ആട്ടുതൊട്ടിലിനൊക്കെ 3000 രൂപ മാത്രമാണെന്നാണ് പറഞ്ഞത്. ചൂരൽ കസേരകൾക്കും നല്ല വിലക്കുറവുണ്ട്. 1200 ഇത് 2500. ഓ, ഈ ഇതിനൊക്കെ പിന്നീട് വഴിയരികിൽ മത്സ്യം വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റാൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാലക്കാട് ലഭിക്കുന്ന മത്സ്യത്തെക്കുറിച്ച് അറിയാൻ ഒരു ആകാംക്ഷയായി. ഇതൊന്നും കടൽ മത്സ്യമല്ല, മറിച്ച് ഇവിടെയുള്ള ചെറിയ ചെറിയ കുളങ്ങളിൽ ഇവർ വളർത്തുന്ന മത്സ്യങ്ങളാണ്. മത്സ്യം വാങ്ങാനും ഒരുപാട് പേർ കൂടിയിട്ടുണ്ട്. ഈ കാണുന്ന ചെറുവലകൾ ഉപയോഗിച്ചാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. ചെറിയൊരു ജനക്കൂട്ടം കണ്ട് ഞാൻ വാഹനം ഒന്ന് ഒതുക്കി. അന്വേഷിച്ചപ്പോൾ ഒരു അമ്പലത്തിലെ ഉത്സവമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അന്വേഷിച്ചപ്പോൾ അയ്യപ്പൻ വിളക്കെന്നാണ് ഈ ഒരു ഉത്സവത്തിന്റെ പേര് എന്ന് അറിയാൻ സാധിച്ചു. പഴയ ഒരു മഹീന്ദ്ര ട്രാക്ടറിലാണ് ഭഗവാനെ കൊണ്ടുപോകാനുള്ള രഥം ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപേണ അറിയിക്കുക. നന്ദി.